അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഫർളാണ് തക്ബീറത്തുൽ ഇഹ്റാം അഥവാ കൈകെട്ടുക, തക്ബീർ കെട്ടുക എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. അതിൽ പലർക്കും പല അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട്. അല്ലാഹു തആല അറിവില്ലായ്മ ഉണ്ടായിരിക്കാം. അല്ലാഹു തആല കൃത്യമായി പഠിക്കാനും പകർന്നു കൊടുക്കാനും റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ പകർന്നു കൊടുക്കുക എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം, ഒന്നെങ്കിൽ നിങ്ങളിത് കൃത്യമായി പഠിച്ചിട്ട് അറിയാത്തവർക്കോ അല്ലെങ്കിൽ തെറ്റ് സംഭവിക്കുന്നവർക്ക് സൗമ്യമായി മാന്യമായി അവരെ മോശക്കാരാക്കാതെ നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തക്ബീർ കെട്ടാൻ പോവാണ്. രണ്ട് കൈകളും നിന്ന് നിസ്കരിക്കുന്നവരാണെങ്കിലും ഇരുന്ന് നിസ്കരിക്കുന്നവരാണെങ്കിലും തൊടയുടെ മുകളിൽ വെക്കുക. അല്ലാഹു അക്ബർ എന്ന് തന്നെ പറയണം. അല്ലാഹു അക്ബർ അഥവാ ഹാ വെളിവാവാതെ അല്ലാഹു അക്ബർ എന്നോ അല്ലെങ്കിൽ അല്ലാഹു അക്ബർ അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്നൊന്നും പറയാൻ പാടില്ല. അല്ലാഹു അക്ബർ അങ്ങനെ കറക്റ്റ് പറയണം, കൃത്യമായി തന്നെ പറയണം, അല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. നമ്മൾ തൊടയുടെ മുകളിൽ കൈ വെക്കുമ്പോൾ അല്ലാഹു എന്നതിലെ അലിഫ് തുടങ്ങുമ്പോൾ നമ്മൾ കൈ ഉയർത്തണം. അക്ബർ എന്നതിലെ റാ പറയുമ്പോൾ രണ്ട് തള്ളവിരലുകളും ഈ ചെവിക്കുറ്റി ഉണ്ടല്ലോ, ഈ കാതിൻ്റെ അവിടെ എത്തിയിരിക്കണം. ഉയർത്തുന്ന സമയത്ത് ഇങ്ങനെ വല്ലാതെ വികസിപ്പിക്കാനോ വല്ലാതെ കൂട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ രണ്ട് രൂപത്തിലും ചെയ്യാൻ പാടില്ല. കാണുമ്പോൾ ഒരു ഭംഗിയുള്ള ഒരു മാന്യമായ നിലക്ക് വേണം നമ്മൾ കൈകൾ ഉയർത്താൻ. നല്ല മാന്യമായ ഒരു വൃത്തിയുള്ള നിലക്ക് വേണം നമ്മൾ കൈകൾ പിടിക്കാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൈയിൻ്റെ മുൻവശം, രണ്ട് കൈകളുടെയും മുൻവശം, മുൻകൈയിൻ്റെ പള്ള എന്നാണ് പറയുക, അത് ഖിബിലയിലേക്ക് ഇങ്ങനെ തന്നെ പിടിക്കണം. ഖിബിലയിലേക്ക് തിരിച്ച് തന്നെ പിടിക്കണം. അല്ലാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏത് രൂപത്തിൽ പിടിച്ചാലും നിസ്കാരം ബാത്തിലാവുന്നല്ല. അതിന് നേരായ രൂപം ഈ രൂപമാണ്. നമ്മൾ ഖിബിലയിലേക്ക് മുന്നടിച്ചുകൊണ്ട് തന്നെ പിടിക്കണം. അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈ ഉയർത്തുകയും ശേഷം ആദ്യം വലത് കൈ പിന്നെ ഇടത് കൈ വെക്കേണ്ടത് ഇവിടെയോ പൊക്കിളിൻ്റെ മുകളിലോ നെഞ്ചിൻ്റെ മുകളിലോ പൊക്കിളിൻ്റെ താഴെയോ അല്ല, നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലാണ് എന്ത് ചെയ്യേണ്ടത്, കൈകൾ വെക്കേണ്ടത്. ആദ്യം ഇടത് കൈ വെക്കുക, പിന്നെ വലത് കൈ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നെങ്കിൽ ചെറുവിരലും തള്ളവിരലും കൂടി മണിബന്ധത്തുമ്മ പിടിച്ച്, മണിബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജോയിൻറ്റുമ്മ പിടിച്ച് 3 വിരൽ ഇങ്ങനെ വെക്കുക. അല്ലെങ്കിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായ പ്രകാരം തള്ളവിരലും ചെറുവിരലും മോതിരവിരലും കൂടി മണിബന്ധത്തുമ്മ പിടിക്കുകയും 2 വിരൽ ഈ രൂപത്തിൽ വെക്കുകയും ചെയ്യുക. ഈ രൂപത്തിലാണ് വെക്കേണ്ടത്. അല്പം നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കുക, മനസ്സിലായോ? ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചരിച്ചു വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ ഖിബിലയിൽ നിന്ന് നെഞ്ച് തിരിഞ്ഞു പോകുമെന്ന് ഭയമുള്ളവർ ഈ രൂപത്തിൽ ചെയ്യരുത്. കാരണം നിസ്കാരം വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോകും. ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇങ്ങനെ വെക്കുമ്പോൾ നെഞ്ച് ഖിബിലയെ തൊട്ട് തിരിഞ്ഞു പോകൂല, എൻ്റെ ഖിബിലയെ തൊട്ട് എൻ്റെ നെഞ്ച് തിരിഞ്ഞു പോകൂല എന്ന് പേടിയില്ലാതെ നല്ല ഉറപ്പുള്ളവർ മാത്രം ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചാൽ വളരെ നല്ലത്. ഇങ്ങനെ വെക്കുമ്പോൾ നെഞ്ച് തിരിഞ്ഞു പോകുമെന്ന് പേടിയുള്ളവർ ഇങ്ങനെ വെക്കൽ തന്നെയാണ് വേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് തക്ബീർ കെട്ടി വെക്കല്ലേ. നമ്മൾ നിയ്യത്ത് വെച്ച് ഉടനെ തക്ബീർ കെട്ടുകയാണ്. അല്ലാഹു അക്ബർ. 2 കൈകളും ഈ ചെവിക്കുറ്റിയുടെ നേരെ ഇതെന്ത് ചെയ്യുക, കൈകൾ ഉയർത്തുക, ഖിബിലയിലേക്ക് മുന്നടിക്കുക. അക്ബറിൽ റാ പറയുമ്പോൾ കൈ ഇവിടെ എത്തിയിരിക്കണം. ഇനി നെഞ്ചിൻ്റെ താഴെയും പൊക്കിളിൻ്റെ മുകളിലുമായി കൈകൾ കെട്ടുക. അല്പം ഇടതുഭാഗത്തേക്ക് ചെരിച്ചു പിടിച്ചാൽ, പേടിയില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ചെരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ വെക്കുക. 2 ചെറുവിരലും മോതിരവിരലും തള്ളവിരലും മണിബന്ധത്തുമ്മ പിടിക്കുക, ഇങ്ങനെ വെക്കുക. അല്ലെങ്കിൽ 2 വിരൽ മാത്രം മണിബന്ധത്തുമ്മ പിടിച്ച് 3 വിരൽ ഇങ്ങനെ വെക്കുക. ഈ രൂപത്തിലാണ് തക്ബീർ കെട്ടേണ്ടത്. പിന്നെ ഇടയിൽ ഇങ്ങനെ ഒരു വാലൊന്നും ഇടേണ്ട ആവശ്യമല്ല. പലരും ഇങ്ങനെ പിടിക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. ഈ രൂപത്തിൽ നല്ല അച്ചടക്കത്തോടെ നല്ല വൃത്തിയിലും മെനയിലുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിസ്കാരം നിർവഹിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പിന്നെ തക്ബീർ കെട്ടുന്നതിലെ രഹസ്യം ഒരു ഹിക്മത്ത് മഹാന്മാർ പറയുന്നുണ്ട്. നമ്മൾ തക്ബീർ കെട്ടുമ്പോൾ അള്ളാഹുവും നമ്മളും തമ്മിൽ എന്തൊക്കെയോ ഒരു മറയുണ്ട്. നമ്മൾ കുറെ തെറ്റൊക്കെ ചെയ്തിട്ട് അള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളൊരു മറ വെക്കുമ്പോൾ അത് ഇങ്ങനെയല്ലേ പൊക്കുക, ഇങ്ങനെയൊക്കെയല്ലേ പൊക്കുക. അങ്ങനെ നമ്മളും അള്ളാഹുവും തമ്മിലുള്ളൊരു മറ അവിടെ നീക്കുകയും, ഞാൻ എൻ്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലും എൻ്റെ റബ്ബെന്നെ കാണുന്നുണ്ടെന്ന വിശ്വാസത്തോടെ എല്ലാം റബ്ബിൽ സമർപ്പിച്ച്, സർവ്വതും റബ്ബിൽ സമർപ്പിച്ച് സങ്കടങ്ങളെല്ലാം റബ്ബിനോട് പറഞ്ഞുകൊണ്ട് നമ്മൾ നിസ്കരിക്കുകയാണ്. ആ മറ നീക്കിയിട്ട് ഞാനും എൻ്റെ റബ്ബും മാത്രമുള്ളൊരു ലോകത്തേക്ക് സഞ്ചരിക്കുകയാണ്. ഇതാണ് മഹാന്മാരെ അതിനൊരു ഹിക്മത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല കൃത്യമായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.